ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് ഒരു വീഡിയോ ചെയ്യാവേ. എന്നാ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് അധികം താമസിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യാവോ? അടിപൊളി കളറൊക്കെ ആയിട്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഒരു വൈനാണേ, ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു വൈനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കണ്ട കളറൊക്കെ കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഇൻസ്റ്റൻറ്റ് വൈനാണ്. 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ വൈന് റെഡിയാക്കി എടുക്കാം. 3-ാമത്തെ ദിവസം മുതൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഇരിക്കും തോറും നല്ല സ്ട്രോങ് ആയി വരികയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കിലോ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. തോലൊക്കെ ചീവി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ടിട്ട് ഒരു 2-3-4 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ കൂടെ ചേർത്ത് കൊടുക്കുന്നത് 2-3 കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഒരു തക്കോലം, പിന്നെ ഒരു ചെറിയ പീസ് നമ്മുടെ ജാതിക്കയും കൂടെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു 4 വിസിലടിക്കുന്നവരെയും കുക്കറിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2.5 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 4 വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ എരിവൊക്കെ നമുക്ക് വൈൻ ആവശ്യമായിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം നല്ല ഒരു സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ നമുക്ക് അടിച്ചെടുക്കാം. പെട്ടെന്ന് 4 വിസിലടിക്കുന്നവരേക്കും നമുക്ക് വയ്ക്കാം. നന്നായിട്ട് വേകണം. വെന്തിട്ട് ഇതിൻ്റെ ആ ഒരു ബീട്രൂട്ടിൻ്റെയും ഈ മസാലകളുടെ എല്ലാ സത്ത് ഇറങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ തന്നെ വെക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം, പിന്നെ നമ്മൾ ഈ വൈനൊക്കെ ഒരിക്കലും കേടാവാതിരിക്കാനായിട്ട് ചില ടിപ്സുകളുണ്ട്. നമ്മൾ ഇനി എടുക്കുന്ന പാത്രങ്ങളൊന്നും, തവികൾ, സ്പൂണുകൾ ഒന്നും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും കാണരുത്. വെള്ളമയം ഉണ്ടെങ്കിലാണ് വൈൻ നമുക്ക് പെട്ടെന്ന് അഴുക്കായി പോകുന്നത്. അപ്പം നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ സ്പൂണുകളും പാത്രങ്ങളും ഒക്കെ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഈ ഒരു ബീട്രൂട്ട് വെന്തതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു വേസ്റ്റെല്ലാം നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് വൃത്തിയായിട്ടിരുന്നത്. ഈ ഒരു പാത്രമാണെങ്കിലും നമ്മൾ നന്നായിട്ട് കഴുകി ഉണങ്ങി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ്. അതുപോലെ ഈ അരിപ്പ, ഇതെല്ലാം ഒരു ലേശം പോലും ഞാൻ പറയുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വൈനുണ്ടാക്കുമ്പോൾ ഒരല്പം പോലും ഇനിയും വെള്ളമയം ഉണ്ടാകും. ആദ്യം നമ്മൾ വേവിക്കുന്നവരേക്കും വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചു. പക്ഷേ ഇനിയും നമ്മൾ വെള്ളമയം ഉണ്ടാകാതെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് വൈൻ കേടായി പോകും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് വൈൻ കേടാവാതെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. ഒരല്പം പോലും നനവുണ്ടാവാൻ പാടില്ല. ഇത് നമ്മൾ അരിപ്പ വെച്ച് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബീട്രൂട്ട് വൈനൊക്കെ കളർ കൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല ഒരു കുടിക്കാൻ തോന്നും കണ്ടു കഴിയുമ്പോൾ തന്നെ കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ടേസ്റ്റായിട്ടും കിട്ടും. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വൈനാണ്. സാധാരണ വൈനുകളൊക്കെ, മുന്തിരികയൊക്കെ നമുക്ക് വൈൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 21 ദിവസമൊക്കെ മിനിമം വെച്ച് കൊടുക്കണം. ഡെയിലി രാവിലെ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2-3 ദിവസം കൊണ്ട് ബീട്രൂട്ടിൻ്റെ വൈൻ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മളൊരു ഇഞ്ചിയുടെ വൈന് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും ഒരു 2 ദിവസം കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഒരു ഇൻസ്റ്റൻറ്റ് വൈനാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചി വൈൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് കാണാൻ മറക്കല്ലേ.
ഇത് കണ്ടോ, വൈൻ നമ്മുടെ ഈ ബീറ്റ്റൂട്ട് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വയ്ക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ജാറുകളിലാണെങ്കിലും നമുക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനിയും പഞ്ചസാരയുടെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, എങ്കിലും ഒരു 1/2 കിലോ പഞ്ചസാര വരേക്കും ചേർക്കാം. കാരണം പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് അല്പം കൂടിയും കുറഞ്ഞും ഒക്കെ ഉപയോഗിക്കാം. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് മധുരമൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷേ എത്രയൊക്കെ ആയാലും വൈൻ കുടിക്കുമ്പോൾ അതിനൊരല്പം മധുരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു ടേസ്റ്റ്, നല്ല ഒരു സുഖം തോന്നത്തുള്ളല്ലോ. അതുകൊണ്ട് കുറച്ച് പഞ്ചസാര എന്തായാലും ചേർക്കണം. അപ്പോൾ ഞാനൊരു 1/2 കിലോ പഞ്ചസാരയ്ക്ക് അടുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം അത്യാവശ്യം മധുരമുള്ള ഒരു വൈനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പഞ്ചസാര നമ്മൾ നന്നായിട്ടൊന്ന് അലിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തീർച്ചയായും ഈസ്റ്റ് ആവശ്യമാണ്. കാരണം ഫെർമെൻറ്റേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് വൈൻ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ 1 സ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് മൂടി വയ്ക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കൊന്ന് എടുത്ത് നോക്കാം. 2-3 ദിവസത്തെ കാര്യമേ ഉള്ളൂ ബീറ്റ്റൂട്ട് വൈൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണേ. ബാക്കി കുറച്ച് ഞാനൊരു ബോട്ടിലും കൂടി ഒഴിച്ച് കാണിക്കാം. നമുക്ക് ആ ഒരു ഫെർമെൻറ്റേഷൻ നടക്കുന്നത്, പൊങ്ങി വരുന്നതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജലദോഷം പനിയും പിടിച്ചിരിക്കുകയാണ്, അതാണ് ഇടയ്ക്ക് ചുമയ്ക്കുന്നത്. അപ്പോൾ ആ ബാക്കി കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്പം ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, കൂട്ടത്തിലൊരു സാധനം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നുറുക്ക് ഗോതമ്പ്, 1 സ്പൂൺ നുറുക്ക് ഗോതമ്പിൽ ഇതിലിട്ട് നോക്കുവാണേ. ഇത് തമ്മിലുള്ള രണ്ടുമുള്ള വ്യത്യാസം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ബോട്ടിൽ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേ പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്നതിൽ ഗോതമ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നാളെ രാവിലെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബോട്ടിലൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു 3/4 ബോട്ടിൽ വരേക്കേ ഒഴിക്കാവുള്ളൂ. കാരണം ഫെർമെൻറ്റേഷൻ ആകുന്ന സമയത്ത് പൊങ്ങി വരും. പിറ്റേ ദിവസം ഞാൻ എടുത്ത് നോക്കി, ഈ പാത്രത്തിലിരുന്ന വൈന് വലുതായിട്ടൊരു ഫെർമെൻറ്റേഷൻ നടന്ന് പൊങ്ങി അങ്ങോട്ട് പതഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് അതിൽ ഞാൻ 1 സ്പൂൺ നിറച്ച് നുറുക്ക് ഗോതമ്പ് ഇട്ട് ഇളക്കി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നാളെ ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായും കുറച്ച് നുറുക്ക് ഗോതമ്പും കൂടെ നമ്മൾ ഈ ബീറ്റ്റൂട്ട് വൈൻ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നന്നായിട്ട് പൊങ്ങി നല്ല ഒരു പതഞ്ഞ് പൊങ്ങി വരും. ഇതിപ്പോൾ ഇന്നെടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, നാളെ നമുക്ക് നോക്കാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങി. ഇന്നലെ വെച്ചിരുന്ന ഈ പാത്രത്തിലെ വൈൻ നമ്മളെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഗോതമ്പ് ചേർത്തതിന് ശേഷം രാവിലെ നോക്കിയപ്പോഴത്തേക്ക് നല്ല പതഞ്ഞ് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വൈൻ്റെ ഒരു, ഇപ്പം തന്നെ വേണം എടുത്ത് കുടിക്കാം, ആ ഒരു പരുവത്തിലുള്ള നല്ല വൈൻ്റെ മണം ഒക്കെ വരുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി നല്ല ഫെർമെൻറ്റേഷനൊക്കെ നടന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈനാണെന്ന് ഇതിൻ്റെ ആ ഒരു സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഇതിപ്പോൾ 2-ാം ദിവസം ആയിട്ടേ ഉള്ളൂ. ഇത്രയും നല്ല പൊങ്ങി ബോട്ടിൽ കണ്ടോ, ബോട്ടിൽ ഇന്നലെ രാവിലെ തന്നെ നല്ല വക്ക് വരെ പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. ഇന്നലെ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഈ ബോട്ടിലെ വൈന് നല്ല പതഞ്ഞ് പൊങ്ങി നിൽക്കുന്ന കണ്ടിട്ടാണ് ഇന്നലെ ഞാൻ ഈ പാത്രത്തിലും കൂടെ ഗോതമ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ. 3-ാമത്തെ ദിവസമായിട്ടുണ്ട്. വൈൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ പതഞ്ഞ് പൊങ്ങി പതയൊക്കെ ഒന്ന് താന്ന് നമ്മൾ, പക്ഷേ ഈ വൈനെ ഇളക്കിയിട്ട് ഇനി നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോഴും ഊറ്റിയെടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ നൊരച്ച് പതഞ്ഞ് പൊങ്ങി വരുന്നത് കാണാം കേട്ടോ. നമ്മളിത് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ്. ഒരു അരിപ്പ വെച്ചിട്ട് ബോട്ടിലേക്ക് ഞാൻ അരിച്ചെടുക്കുവാണ്. കണ്ടോ, പതഞ്ഞ് വരുന്ന കണ്ടോ. നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കുടിക്കാനായിട്ട് കേട്ടോ. ബോട്ടിൽ ഒഴിക്കുമ്പോൾ ഓർത്തോണം, ഇത്രയും ഒരു 3/4 പാത്രം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഗ്യാസ് അല്ലെന്നുണ്ടെങ്കിൽ പാത്രം നിറഞ്ഞിങ്ങനെ ഒഴുകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ബോട്ടിലുകളൊക്കെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ബോട്ടിലേക്ക് വൈൻ ഒഴിച്ച് വെച്ച് സൂക്ഷിക്കാവുള്ളൂ. ഒരല്പം പോലും വെള്ളമയം കാണാൻ പാടില്ല. വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈൻ അഴുക്കാകാൻ സാധ്യതയുണ്ട്.
ഇത്രയും വരെ ഒഴിക്കാവുള്ളൂ. ഒരു 3/4 ബോട്ടിൽ വരെ ഒഴിച്ച് വയ്ക്കണം. ഇത്രയും സ്ഥലം നമ്മൾ ഗ്യാപ്പ് ഇട്ട് വയ്ക്കണം. അതുപോലെ തന്നെ അടച്ച് വയ്ക്കുന്ന മൂടിയാണെങ്കിലും നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ലേശം ലൂസ് ചെയ്ത് വയ്ക്കണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ എയർ ഒന്ന് പോകാനായിട്ടുള്ള ഒരു വിടവ് നമ്മൾ കൊടുക്കണം. ബാക്കി ഇത് ഞാനൊരു ഗ്ലാസ്സിലും കൂടി ഒഴിക്കുകയാണ്. കുറച്ച് കളറൊക്കെ കാണുമ്പോൾ തന്നെ കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ കുടിക്കാനും അത്ര രസമാണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈനാണ്. നമ്മൾ മുന്തിരി വൈനൊക്കെ കുടിക്കുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ട് കുടിക്കും. കാണുമ്പോഴത്തെ ഒരു കളറും കൂടെ ഒക്കെ കൊണ്ട് നല്ല ഒരു വൈനാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ബോട്ടിലൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മൂടരുത്. ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. കാരണം അത് നമ്മൾ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പതഞ്ഞ് പൊങ്ങി ഇതിൻ്റെ ഗ്യാസ് വെളിയിലേക്ക് ചാടി വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലേശം തുറന്നിടണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇത്ര സിമ്പിളായിരുന്നു ചെയ്യാനായിട്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പ്രോസസ്സാണ് ബീറ്റ്റൂട്ട് വൈൻ്റേത്. കളർ കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ പതയൊക്കെ നുരഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ വൈൻ നല്ല നന്നായിട്ട് ഒത്തിട്ടുണ്ട്, റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഈ വൈനൊന്ന് ബീറ്റ്റൂട്ട് വൈനുണ്ടായി നമുക്ക് എളുപ്പം ചെയ്യാവുന്നതാണല്ലോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.